ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിന്റെ പുതിയ എപ്പിസോഡില് കമലമ്മ തളർന്നു വീഴുമ്പോൾ എല്ലാവരും കൂടെ വേഗം റൂമിൽ കൊണ്ടുപോയി കിടത്താട്ടോ. വിനായകൻ സങ്കടത്തോടെ കരഞ്ഞ് അവിടെ ഹാളിൽ വന്നിരിക്കും. നന്ദിനി വേഗം വെള്ളമൊക്കെ എടുത്തു കൊണ്ടുവരും. കട്ടിലിൽ കിടത്തിക്കഴിഞ്ഞാൽ മാഷും ശ്രീജയും നന്ദിനിയും കൂടെ വിളിച്ചുകൊണ്ട് വെള്ളമൊക്കെ കുടഞ്ഞു കൊടുക്കാട്ടോ. അങ്ങനെ പതിയെ കണ്ണ് തുറക്കുമ്പോ മാഷു പറയും, ഒന്നുമില്ല കമല. മാഷെ, അവര് പോയി, നീ റെസ്റ്റ് എടുക്ക്. അവര് നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ശ്രീജ പറയും, ഇല്ല അമ്മേ, ഒന്നും ചെയ്തില്ല. അപ്പൊ നന്ദിനി പറയും, അങ്ങനെ പറയാൻ പറ്റില്ല. അവര് വിനയേട്ടനെ തല്ലുകയും ചവിട്ടുകയൊക്കെ ചെയ്തു. എന്നെ അച്ഛനെയും തള്ളിയിട്ട് ശ്രീജേടത്തിയെ തള്ളാൻ നേരത്തെ അച്ഛൻ കയറി വട്ടം ഇട്ടതുകൊണ്ട് ശ്രീജേടത്തി രക്ഷപ്പെട്ടു. മാഷിങ്ങനെ നോക്കുമ്പോ നന്ദിനി ആകെ പേടിക്കും. ഈശ്വര, എന്നിട്ട് മാഷിന് എന്തെങ്കിലും പറ്റിയോ? ഇല്ല കമല, അവര് നമ്മളെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അവരിനിയും വരും. ഇതൊക്കെ കാണിച്ച് അവര് പോകും. അപ്പൊ കമലയ്ക്കും, അവരിനിയും വരുമോ? മാഷ് പറയും, വരും കമല, ഇനിയും അവര് വരും. നന്ദിനി പറയും, വിക്രത്തെ കൈ കിട്ടുന്നവരെ അവര് വരും. ശ്രീജ പറയും, വിശ്വേട്ടൻ വിക്രമിനെ കുറിച്ച് അന്വേഷിക്കാൻ ശ്രീകാര്യ ശ്രീനിവാസിന്റെ അടുത്ത് പോയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് വിളിച്ചു പറഞ്ഞാലോ അച്ഛാ? മാഷോയ്ക്കും, എന്തിനെ? അയാളുടെ സഹായം ചോദിക്കാനോ? അത് വേണ്ട ശ്രീജ, എങ്ങനെയെങ്കിലും ഈ ഇലക്ഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ച് അവൻ തിരിച്ചു വരുന്നു പറഞ്ഞിട്ടുള്ളതാ. അതിനിടയില് ഇതൊരു രാഷ്ട്രീയ കളിയാക്കണ്ട. ശ്രീജ പറയും, എന്നാലും ഇലക്ഷന് നിൽക്കുന്ന ഒരാളെ ഇങ്ങനെ വന്ന് ഇമാതിരി കാണിക്കലൊക്കെ കാണിക്കാൻ ധൈര്യം കാണിക്കോ? അതാണ് അത്ഭുതം. ഇവരൊക്കെ ജയിച്ചാ എന്തായിരിക്കും? മാഷ് പറയും, ജയിക്കും, അധികാരത്ത് വരികയും ചെയ്യും. എത്രയോ രാഷ്ട്രീയ കൊലപാതകത്തിൽ പങ്കെടുത്തവർ MLA മാരും മന്ത്രിമാരും ആയിട്ടുണ്ട്. കത്തിയും ബോംബും വാളും കൊണ്ട് നടന്നവർ ഇപ്പൊ അവസാന കാലത്തെ അഭിമാനത്തോടെ പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ. ജീവൻ കളയാനും എടുക്കാനും ഇന്ന് വന്നതുപോലെയുള്ള അണികളുണ്ടെങ്കിൽ ഏതവനും ഭൂതകാലത്തെ കുറിച്ച് അഭിമാനം കൊള്ളാം. സ്വന്തം മകന്റെ മരണമാണെങ്കിലും അത് അധികാരം പിടിച്ചെടുക്കാനുള്ള ചവിട്ടുപടിയാക്കാം. അവസാനം കത്തിക്കിരയായവരെ രക്തസാക്ഷികളും. കമല കരയുമ്പോ മാഷ് പറയും, കരയേണ്ട കമല, അങ്ങനെ ഒരു കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കാന്ന് സ്വയം തീരുമാനിച്ച് വിക്രം. അതിലാണ് എനിക്ക് സന്തോഷം. എല്ലാം തിരിച്ചറിഞ്ഞ് അവൻ പിൻവാങ്ങാൻ ഒരുങ്ങിയല്ലോ. കമലമ്മ കരഞ്ഞിട്ട് വയ്ക്കും, എന്നിട്ട് അവൻ എവിടെയാണ് മാഷെ? സ്വസ്ഥതയോടെ അവൻ വെളിച്ചത്തിറങ്ങി വരാൻ പറ്റുന്നില്ലല്ലോ. മാഷ് പറയും, അവൻ വരും. ഈ തെറ്റ് അവൻ ചെയ്തതല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അത്രയും ആത്മാർത്ഥമായിട്ടാണ് അവൻ പറഞ്ഞത്. ആ കുട്ടിയുടെ മരണത്തിന് കാരണവനായവരെ ആരായാലും അവര് പുറത്തു വരും. അന്ന് അവൻ വെളിയിൽ വരും. കമല പറയും, അതുവരെ അവൻ എവിടെയാന്ന് വിചാരിച്ചിട്ടാ മാഷെ നമ്മള്? മാഷ് പറയും, ഇത്രയും സ്വാധീനവും ആളുകളും ഉണ്ടായിട്ടും വാസവനെ ഇതുവരെ അവനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അവൻ ഏറ്റവും സുരക്ഷിതമായ ഒരിടത്താണ്. അതെനിക്ക് ഉറപ്പാ. നീ പ്രാർത്ഥിക്കുന്ന നിന്റെ ദൈവങ്ങൾ അവന്റെ കൂടെ ഉണ്ട്, ധൈര്യമായിട്ടിരിക്കേ എന്ന് പറയുമ്പോഴാണ് കമലമ്മയ്ക്ക് കുറച്ച് ആശ്വാസം വന്നത്. നന്ദിനി എന്തോ ആലോചിക്കുന്നുണ്ട് ഈ സമയം. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിക്രം ഇങ്ങനെ വിഷമിച്ചിരിക്കാട്ടോ. ഇഷിത ഇങ്ങനെ ആൻ ചെയ്യുമ്പോ വേദ വിളിക്കാട്ടോ. ഹലോ ഇഷിത, ഞാനാ. മനസ്സിലായി, പറ. അപ്പൊ വേദയ്ക്കും, വിക്രം എന്തെങ്കിലും കഴിച്ചോ? ഇപ്പൊ കഞ്ഞി കുടിച്ചു. ആപ്പിൾ ഇരിപ്പുണ്ട്, അത് കട്ട് ചെയ്ത് കൊടുക്കണം. പിന്നെ കുറച്ച് അരി കഴുകി റൈസ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇന്നലത്തെ മീൻകറി, പിന്നെ ഒരു തോരൻ, പപ്പടം, അതുപോലെ. അപ്പൊ വേദ പറയും, അത് പിന്നെ ഞാൻ ടെൻഷൻ കൊണ്ട് ചോദിച്ചതാ. എല്ലാം നീയല്ലേ ഇവിടുന്ന് തീരുമാനിച്ചു പോയത്, പിന്നെ എന്തിനാ ടെൻഷൻ? വേദ പറയും, അതല്ല, പുറത്തെ ആളുകൾ എന്തായാലും വിക്രമിനെ അന്വേഷിച്ച് നടക്കുന്നുണ്ടാവും. അവരെങ്ങാണ് അന്വേഷിച്ച് നിന്റെ അടുത്ത് എത്തുമെന്നൊരു ടെൻഷൻ. ഇഷിത പറയും, അല്ലാതെ വിക്രം എന്ത് ചെയ്യുന്നു എന്നുള്ള ആദ്യമല്ല അല്ലേ? വേദ പറയും, എന്തിനെ? വിക്രമിന് അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പല്ലേ. ഇഷിതയ്ക്കും, ഇപ്പോ എന്താ വേണ്ടത്? ഫോൺ വിക്രമിന് കൊടുക്കണോ? വേദ പറയും, നീ ജോലിയിൽ വല്ലതും ആണോ? ഇഷിതയ്ക്കും, ആണെങ്കിൽ എന്താ, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാനാണോ? അങ്ങനെയല്ല, തിരക്കില്ലെങ്കിൽ ഒന്ന് കൊടുത്തേക്ക്. ഇഷിത ചിരിച്ചിട്ട് പറയും, എന്നാ ഇത്തിരി തിരക്കുണ്ട്. വേദയ്ക്ക് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇഷിത പറയും, നീ ഹോൾഡ് ചെയ്യ്, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് വിക്രമിന്റെ അടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഫോൺ കൊടുക്കുക. അങ്ങനെ വേദയും വിക്രമും കൂടെ കുറച്ച് സമയം, കുറച്ചല്ല ഒരുപാട് സമയം ചിരിച്ച് സംസാരിച്ച് അങ്ങനെ ഫോണിൽ ലയിച്ചിരിക്കാട്ടോ. അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ കോള് കട്ട് ചെയ്യും. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ട് വരും. വിക്രം ഫോൺ കൊടുക്കും. ടെൻഷനാണ് മൂപ്പത്തിയാർക്ക്. അപ്പോൾ ഇഷിത പറയും, രാവിലെ എന്നോടും പറഞ്ഞിരുന്നു. പിന്നെ ഈ സ്ഥലം അധികം ആർക്കും അറിയില്ല. പിന്നെ ഞാനും വേദയും തമ്മിൽ ഫ്രീക്വന്റ് കോണ്ടാക്ട് ഇല്ലാത്തതുകൊണ്ട് ആരും സംശയിക്കാനും പോണില്ല. വിക്രം പറയും, എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, അത് മാറി. എന്താ അത്? വിക്രം പറയും, ആണുങ്ങൾ സുഹൃത്തുക്കൾക്ക് വേണ്ടി എടുക്കുന്ന റിസ്ക് പെൺകുട്ടികളെ എടുക്കാറില്ല എന്നാണ് എന്റെ വിശ്വാസം. ഇപ്പോ ഇഷിത ഇത്രയും വലിയ റിസ്ക് എടുത്ത് കണ്ടപ്പോ അത് മാറി. ഇഷിത പറയും, അതെ, ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള വിചാരങ്ങളാ ഈ ലോകത്തിന്റെ പ്രധാന കുഴപ്പം. അത് മാറിയാൽ തന്നെ ഒരുമാതിരി പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി കിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? അപ്പൊ വിക്രം ഇങ്ങനെ നോക്കുവേ. അല്ല, നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ഏതാണ്ടൊക്കെ വേദ എന്നോട് പറഞ്ഞു. നിങ്ങൾക്കിടയിലുള്ള ബന്ധത്തെക്കുറിച്ചും ഒരാൾക്ക് മറ്റൊരാളോടുള്ള കെയറിനെ കുറിച്ചും ഇനിയിപ്പോ ആരും പറയണമെന്നില്ല. പക്ഷെ ഒരു ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടണില്ല. ഇത്രയും സ്നേഹം ഉള്ളിലുണ്ടായിട്ടും അതെങ്ങനെയാ പരസ്പരം പറയാതെ ഉള്ളിൽ വെച്ച് ജീവിക്കാൻ കഴിയണം നിങ്ങൾക്ക്? ഒരു തവണയെങ്കിലും അത് തുറന്നു പറയാൻ പറ്റാത്തതാണ് നിങ്ങൾക്കിടയിലെ പ്രശ്നം എന്നാ എനിക്ക് തോന്നുന്നത്. അത് ശരിയാണോ? അപ്പൊ വിക്രം പറയും, ഞാൻ വേദയോടും അവൾ എന്നോടും അത് പറഞ്ഞിട്ടില്ലെന്ന് ആര് പറഞ്ഞു? ഇഷിതയ്ക്കും, ഓവോ. വിക്രം പറയും, എത്രയോ തവണ? സത്യം? വിക്രം പറയും, ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടാണോ? ഇഷിത പറയും, അല്ല,
അപ്പോ അത് തിരിച്ചറിയാനും വിളിച്ചു പറയണമെന്നില്ല. ഈ ഇഷ്ടവും സ്നേഹവും പ്രേമവും ഒക്കെ വാക്കുകളിലൂടെയല്ല, നോട്ടത്തിലൂടെയാ ആളുകൾ കൈമാറുക. വേദയുടെ കണ്ണുകൾ അത് എത്രയോ തവണ എന്നോട് പറഞ്ഞിരിക്കുന്നു, ഞാൻ വേദയോടും എന്ന് പറഞ്ഞ ആ ഓരോരോ നിമിഷങ്ങളെ വിക്രം ഇപ്പൊ ഇങ്ങനെ ആലോചിക്കാട്ടോ. എന്നിട്ട് ഇങ്ങനെ ഒരു ചെറു പുഞ്ചിരിയോടെ അവിടെ നിൽക്കുക. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വിനായകന് ആ ചവിട്ട് കിട്ടിയതിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണേ. നെഞ്ചത്തൊക്കെ കൈവയ്ക്കണ്ടേ. നന്ദിനി ചായ കൊണ്ട് കൊടുക്കുമ്പോ കഷായം വേണമെന്ന് പറയണേ. അതിൽ നന്ദിനിയുടെ കയ്യിൽ നിന്ന് നന്നായിട്ട് കേൾക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാണ് അച്ഛനടിക്കാൻ വന്നപ്പോൾ മാറിയുന്നത്? അച്ഛന് നിങ്ങളെക്കാളും ആരോഗ്യമുണ്ട്, ഒന്ന് കിട്ടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, അത് തടയാൻ അച്ഛന് പറ്റും. പക്ഷെ നിങ്ങളാണ് തണ്ടൊടിഞ്ഞ പോലെ ആവുന്നത്, കണ്ടില്ലേ? ഇനി വരുമ്പോ ഇങ്ങനത്തെ സാഹസമൊന്നും വേണ്ട കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ല ചീത്ത പറഞ്ഞിട്ടാണ് നന്ദിനി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത്. അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ശ്രീകാര്യ ശ്രീനിവാസിന്റെ വീട്ടിലെ വിഷുവും അതുപോലെ രാജേട്ടനും ജോസഫും അനിയൻകുട്ടനും ഉണ്ട് കേട്ടോ. എന്തായി എന്ന് വെച്ച് ശ്രീകാര്യ ശ്രീനിവാസൻ അവിടെ വന്നിരിക്കും. വിഷുവും പറയും ഒരു വിവരമില്ല, ആ വാസവന്റെ ആൾക്കാരെ അവന് കിട്ടിയേ അടങ്ങൂന്ന് പറഞ്ഞ് തിരക്കി നടക്കുകയാണ്. അപ്പോഴേക്ക് സുധ വന്ന് എല്ലാവർക്കും ചായ കൊടുക്കണുണ്ട് കേട്ടോ. ആ കടപ്പുറത്തെ ഷെഡിൽ പോയി ഒളിക്കാന്നുള്ളത് ആരുടെ തീരുമാനമായിരുന്നു? രാജേട്ടൻ പറയും അത് ഞങ്ങളുടേത് തന്നെയായിരുന്നു. എന്നിട്ട് നിങ്ങൾ എന്നെ ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുകൊടുക്കുക, പോയി വരിക, ഇത്തിരി ബുദ്ധി ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കണ്ടേ? നിങ്ങളെ ഫോളോ ചെയ്യുന്ന ഒരാളുണ്ടെങ്കിൽ അവനിലേക്ക് എത്തുന്നേ. അപ്പോൾ രാജേട്ടൻ പറയും അതൊക്കെ ഞങ്ങൾ മാനേജ് ചെയ്തതാ സാറേ. പണി പാളിയത് പുളിക്കനെ ഒതുക്കാൻ നോക്കിയപ്പോഴും പുളിക്കനെ കിട്ടിയ കാര്യങ്ങളുടെ വഴി തെളിയുന്ന വിക്രമിന് ഉറപ്പുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവനെ കൈ കിട്ടിയതോ, പക്ഷെ അവസാന നിമിഷം അവൻ കടന്നു കളഞ്ഞു. ജോസഫ് പറയും ഒരു കാര്യം ഉറപ്പാ, ശരിക്കുള്ള ആ കൊലപാതകി ആരാണെന്ന് പുളിക്കലിനറിയാം. പുളിക്കല് നമ്മുടെ മുന്നിൽ കളിച്ചത്. ഇത്രയും കാലം കൂടെ നിന്നിട്ട് ആ റാസ്കൽ എന്ന് ശ്രീകാര്യൻ ശ്രീനിവാസൻ ദേഷ്യത്തോടെ പറയും. സുധ പറയും ഇപ്പൊ ഇങ്ങനെ ഇലക്ഷൻ മുറുകി നിൽക്കല്ലേ, ഈ വിഷയത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ലേ ബുദ്ധി. ശ്രീനി സാർ പറയും വിക്രവും പാർട്ടിയുമായിട്ടുള്ള ബന്ധം എല്ലാവർക്കും അറിയുന്നതാ. ആദ്യത്തെ ആ ഒരു ക്യാമ്പയിനില് അവൻ നന്നായിട്ട് നിന്നതുമാണ്, പ്രചരണത്തിൽ അവനുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അവരത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. സുധ പറയും അങ്ങനെയാണെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അവനെ അവര് പിടിച്ചു വെച്ചതാണെങ്കിലോ? അനിയൻകുട്ടൻ പറയും അതിനൊരു സാധ്യതയുണ്ട് സാറേ. അന്ന് വിക്രമിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട പുളിക്കലെ വിക്രം അറിയാതെ അവനെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലോ? വിക്രത്തിന്റെ ഒളിസ്ഥലം മനസ്സിലാക്കിയിട്ട് അത് വാസനവനെ ഇൻഫോം ചെയ്തത് പുളിക്കലാണെങ്കിലോ? ആ അതിന് സാധ്യതയുണ്ട് എന്ന് ശ്രീനി സാറ് പറയും. അതിനുശേഷം വിക്രത്തെ വാസവൻ അവിടുന്ന് പൊക്കിയിട്ടുണ്ടാവുന്നതാണോ? പക്ഷെ അങ്ങനെ ഒരു ഫൈറ്റ് ചെയ്യാതെ കീഴടങ്ങുന്നവനാണോ വിക്രം? എനിക്ക് തോന്നുന്നില്ല. ജോസഫിന് എന്ത് തോന്നുന്നു? ജോസഫ് അല്ലേ വിക്രമിനെ അവസാനമായി കണ്ടത്. അപ്പൊ ജോസഫ് ഇങ്ങനെ അന്നത്തെ സംഭവങ്ങൾ ആലോചിക്കും. എന്നിട്ട് വേദ പറഞ്ഞതും, അതായത് ശ്രീകാര്യ ശ്രീനിവാസനോ രാജേട്ടനോ എന്തിന് അനിയൻകുട്ടൻ പോലും വിക്രമിനെ ഞാൻ കൊണ്ടുപോയ കാര്യം അറിയരുതെന്ന് പറഞ്ഞത്. ഇതിങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോ ശ്രീനി സാറ് ചോദിക്കും എന്താ ആലോചിക്കുന്നത്? ജോസഫ് അല്ലേ അവനെ അന്വേഷിച്ചു പോയത്? ആ അതെ സാറേ, പക്ഷെ എങ്ങോട്ടാ പോയതെന്ന് എനിക്കറിയില്ല. കുറെ ദൂരം പോയപ്പോ അവന്റെ ബൈക്ക് അവിടെ കിടക്കുന്നത് കണ്ടു. അവൻ ആ ഭാഗത്തൊന്നും കാണുകയും ചെയ്തില്ല. ഓ ചിലപ്പോ വാസവനായിരിക്കും അവനെ ഇടിച്ചിട്ടത്. അപ്പോ അവൻ വാസവന്റെ കയ്യിൽ തന്നെ കാണുന്നുള്ളത് ഉറപ്പാ എന്ന് സുധ പറയും. എങ്കിൽ അവനെ നമുക്ക് കണ്ടെത്തണം. ഇലക്ഷൻ കഴിയുന്നത് വരെ അയാൾ അവനൊന്നും ചെയ്യില്ലെന്നുള്ള കാര്യം ഉറപ്പാ. ഇപ്പൊ ഉണ്ടായതുപോലത്തെ സാഹചര്യം അയാൾക്ക് അനുകൂല്യമായിട്ട് അയാൾ ആക്കാൻ ശ്രമിക്കും. സുധയ്ക്കും അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥയില് വാസവന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെന്നാണോ സംശയം? എന്താ മകന്റെ മരണം, മാർക്കറ്റ് കേസിലെ പുനരന്വേഷണം എല്ലാം കൂടെ ഈ സമയത്തല്ലേ വന്നത്? സുധയ്ക്കും അല്ല അത് നമുക്ക് തിരിച്ച് അനുകൂലമാക്കാനുള്ള ഒരു സാധ്യതയില്ലെന്നാണോ? ശ്രീനി സാർ പറയും അതിനി ഒരു വഴിയുള്ളൂ, പുളിക്കൽ എവിടെയാണെന്ന് കണ്ടെത്തണം. വരുണിന്റെ കൊലപാതകി ആരാണെന്ന് അവനെ കൊണ്ട് പറയിപ്പിക്കണം. ആ ഒരൊറ്റ കാര്യം മതി എല്ലാം നമുക്ക് അനുകൂലമായിട്ട് മാറ്റിയെടുക്കാനും വിക്രത്തിനെ സുരക്ഷിതമായി വീണ്ടെടുക്കാനും. പക്ഷെ അത് ഇലക്ഷന് മുന്നേ വേണം. രാജേട്ടൻ പറയും നമുക്ക് നോക്കാം, നിങ്ങൾ മൂന്നാളും തൽക്കാല പ്രചരണത്തിന് സജീവമാകണ്ട. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളെങ്കിലേ അവൻ വാസവന്റെ കയ്യിലല്ല എങ്കിലേ അവന്റെ സുഹൃത്തുക്കൾ എന്ന നിലയില് നിങ്ങൾക്കും പ്രശ്നങ്ങൾ നേരിടാൻ സാഹചര്യം ഉണ്ടാവും. വിഷം ചോദിക്കും നമ്മൾ എന്താ ചെയ്യുക സാറേ? തിരിച്ച് വീട്ടിൽ ചെല്ലുമ്പോ എന്താ പറയണ്ടെന്ന് ഒരു ഐഡിയ ഇല്ല. എല്ലാവരുടെയും അവസ്ഥ അങ്ങനെയല്ലേ, എന്താ ഏതാന്നറിയാതെ ഇരുട്ടിൽ തപ്പല്ലേ. നമുക്ക് നോക്കാം, 1-2 ദിവസത്തിനുള്ളിൽ വഴി തെളിയും. എങ്കിൽ പിന്നെ ഞങ്ങൾ പോവാ എന്ന് പറഞ്ഞേ അവർ ഇറങ്ങുമ്പോൾ കാര്യങ്ങൾ അപ്പപ്പോൾ അറിയിക്കണം രാജാന്ന് ശ്രീനി സാർ പ്രത്യേകം പറയും. അങ്ങനെ അവരെല്ലാവരും അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ സുധ ശ്രീനി സാറിന്റെ അടുത്ത് പോയി ഇരുന്നിട്ട് പറയും നിങ്ങൾ പറഞ്ഞത് ശരിയാണോ? ഇലക്ഷൻ നമുക്ക് അനുകൂലമായിട്ട് അല്ലാതെ വരുമോ? അതിനുള്ള സാധ്യത കൂടുതലല്ലേ സുധേ? ആളുകളുടെ വിചാരം പ്രചാരണത്തിനിടയിലെ കുത്തിക്കൊന്നല്ലേ? നോക്കാം, ആ പുളിക്കലിനെ പൊക്കിയെടുക്കാതല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ അവരിങ്ങനെ പറയാട്ടോ. അങ്ങനെ അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് വേദ ഇങ്ങനെ റൂമിലിരിക്കുമ്പോ അങ്ങോട്ട് ആരോ ഡോറിൽ വന്ന് മുട്ടാണ്. കതക് തുറന്നു നോക്കുമ്പോ ദീപ്തിയാണ്. അകത്തോട്ട് വരാമോ? അപ്പൊ വേദ അകത്തേക്ക് വരാൻ വേണ്ടി പറയും. സാധാരണ മുറിയിലേക്ക് വരുന്നത് അങ്ങനെ ഇഷ്ടമല്ലാത്ത ആളല്ല, അതുകൊണ്ട് ചോദിച്ചതാ. വേദ പറയും അത് സാരമില്ല, നീ ഇരിക്കേ. ചേച്ചി എന്ന് വിളിക്കുമ്പോ വേദ തോളിൽ തൊട്ടിട്ട് പറയും നിന്നോട് ഓക്കെ ആണോ എന്ന് ചോദിക്കുന്നതിലെ കാര്യമില്ലെന്ന് എനിക്കറിയാം, എന്നാലും
അപ്പോൾ ദീപ്തി പറയും, എന്തിനാ ചേച്ചി വെറുതെ കടമയ്ക്ക് വേണ്ടി ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുന്നത്? അതും ചേച്ചിയുടെ ഭാഗത്തു നിന്നാവുമ്പോ കേൾക്കുമ്പോ എന്തോ പോലെ തോന്നുന്നു. അത് ശരിയാ, എല്ലാം അറിയുന്നവർ തന്നെ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നും. പക്ഷേ ചില വിഷയങ്ങളെ കുറിച്ചുള്ള സംസാരം തുടങ്ങി വെക്കാൻ അതല്ലാത്ത നിവർത്തിയില്ലല്ലോ. വരുണിന്റെ മരണത്തിന് പിന്നിൽ നീ വിചാരിക്കുന്നത് പോലെ വിക്രമല്ല ദീപ്തി. ദീപ്തി പറയും, നമുക്ക് ആ ടോപ്പിക്ക് വിടാൻ ചേച്ചി. നമുക്ക് ഇഷ്ടമുള്ളവർ ഒരാളുടെ പേര് ആരോപണം വരും, ചേർത്ത് നിൽക്കാൻ എല്ലാവരും ശ്രമിക്കും, അത് സ്വാഭാവിക. അപ്പൊ വേദ പറയും, എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ട് നീ അത് തീരുമാനിക്കേ. ഇലക്ഷൻ കഴിഞ്ഞാ വരുൺ ഈ നാട്ടിൽ നിന്ന് പോകുന്നേ നിന്നോട് പറഞ്ഞിരുന്നോ? ദീപ്തിക്കും ഉവ്, അത് ചേച്ചി എങ്ങനെ അറിഞ്ഞു? വേദ പറയും, അതാ പറഞ്ഞത്, ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ എല്ലാം കേട്ടിട്ട് തീരുമാനിക്കണമെന്ന്. നിന്നോട് കൂടാതെ വരുൺ ഇക്കാര്യം പങ്കുവച്ചിട്ടുള്ളത് വിക്രമിനോട് മാത്രമാണ്. പരസ്പരം കൊല്ലാനുള്ള പകയുമായി നടക്കുന്ന ആളുകൾ ഇങ്ങനെ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുമോ? ദീപ്തി പറയും, അതിന് വരുണിന് പക ഉണ്ടായിരുന്നില്ലല്ലോ ചേച്ചി, പക മുഴുവൻ വിക്രം ചേട്ടനായിരുന്നില്ലേ? വേദ പറയും, അങ്ങനെ ഒരു കഥ പ്രചരിപ്പിക്കേണ്ടത് വിക്രമിനെതിരെ നിൽക്കുന്നവരുടെ ആവശ്യമാണ് ദീപ്തി. മരിക്കുന്നതിന്റെ അന്ന് രാവിലെ വരുൺ വിക്രമിനൊരു മെസ്സേജ് അയച്ചു. അങ്ങനെ വരുൺ അയച്ച ആ മെസ്സേജിനെ കുറിച്ചൊക്കെ വേദ ദീപ്തിയോട് പറയുമ്പോ ദീപ്തി ഞെട്ടിപ്പോവും. സ്വന്തം ചേട്ടന്റെ സ്ഥാനത്താ വരുൺ വിക്രമിനെ കണ്ടിരുന്നത്. അന്ന് വരുണും വിക്രമും കൂടെ കണ്ടുമുട്ടി. ചെറുപ്പത്തിൽ വരുണിന്റെ അമ്മ തൂങ്ങി മരിച്ചതടക്കമുള്ള കാര്യങ്ങൾ അന്ന് വരുൺ വിക്രമിനോട് പറഞ്ഞിരുന്നു. പട്ടം കുടുങ്ങിയ സങ്കടത്തിൽ അത് അച്ഛനോട് പറയാൻ ഓടിയെത്തിയപ്പോ ആ അച്ഛൻ അമ്മയെ ചൂണ്ടിക്കാണിച്ച്, എങ്ങനെയാണോ പട്ടം കുടുങ്ങിക്കിടന്നതെന്ന് ചോദിച്ച അച്ഛൻ അവന്റെ മനസ്സിലുണ്ടാക്കിയ ആഘാതം എത്ര വലുതാണെന്ന് അവൻ വിക്രമിനോട് പറഞ്ഞതാണ്. അത് അവൻ നിന്നോടും പറഞ്ഞിരിക്കില്ലേ? ദീപ്തി അപ്പോഴേക്ക് കരയാൻ തുടങ്ങാം. ജീവിതത്തിൽ നിന്നോട് മാത്രം പങ്കുവച്ച പല കാര്യങ്ങളും അവൻ വിക്രമിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് മുഴുവൻ വിക്രം കേട്ടിരുന്നിട്ടുണ്ടെങ്കിൽ അവര് തമ്മിലുള്ള ബന്ധത്തിൽ ഒരു സത്യം ഉണ്ടെന്ന് വിശ്വസിക്കേണ്ടി വരില്ലേ ദീപ്തി? മോളെ, അങ്ങനെയുള്ള ഒരാൾക്ക് വരുണിനെതിരെ അങ്ങനെ ചെയ്യാൻ കഴിയോ? അങ്ങനെ ദീപ്തിയുടെ ഉള്ളിലുള്ള തെറ്റിദ്ധാരണ പതിയെ പതിയെ വേദ മാറ്റിയെടുക്കുന്നതായിട്ടോ ഈ ഭാഗത്തുള്ളത്. അപ്പോൾ ഇന്നത്തെ റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്